ഹലോ ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എന്താ മുത്തുമണികളെ നിങ്ങളെയൊക്കെ വിശേഷങ്ങൾ സുഖല്ലേ? അപ്പം ഇന്നലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്നലെ എന്താ പരിപാടി, കുടിരിക്കലാണോ താത്താ ചോദിച്ചിരുന്നു. അപ്പോൾ കുടിരിക്കലല്ല കേട്ടോ, സൽക്കാരാണ്, മുടി കളയിച്ചലും കൂടിയാണ്. അപ്പോൾ 2-3 ദിവസം മുന്നേ വിളിച്ചിരുന്നു. അപ്പോൾ പോവാൻ വണ്ടിയൊക്കെ വേണ്ടേ, അപ്പോൾ മേലത്തെ കാക്കാൻ്റെ വണ്ടി കൊണ്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ അതാക്കണമൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ കുറേ തിരുമ്പാനൊക്കെ ഉണ്ടായിനി. അന്ന് പിന്നെ രാത്രിയൊക്കെ ആയാലും 9-10 മണിയൊക്കെ ആയാലും ഞങ്ങൾ വന്നപ്പോൾ. അപ്പോൾ ഒരുപാട് തിരുമ്പാനൊക്കെ ഉണ്ടായിനി. കുറച്ചൊക്കെ ഞാൻ മെഷീനിലിട്ടു, എല്ലാം കൂടി മെഷീനിലിട്ടിട്ട് താങ്ങണില്ല മക്കളെ, കണ്ടമാനല്ലേ. കുറേ ഞാൻ കല്ലുമ്മലും തിരുമ്പിട്ടോ. പിന്നെ പുതിയ ഡ്രസ്സുകളൊക്കെയാണ്, നമ്മൾ സൽക്കാരത്തിനിട്ട ഡ്രസ്സുകളൊക്കെ. അപ്പോൾ അതൊക്കെ കൊണ്ട് തോട്ടിക്ക് പോവാമെന്ന് കരുതിക്കാണ്ട്. അപ്പം നമ്മൾ ആദ്യമൊക്കെ തോട്ടിക്ക് പോയിരുന്നു. ഇപ്പം അങ്ങനെ വല്ലാതെ പോവില്ല, മഴയൊക്കെ കുറവായിട്ട്. ഇപ്പം തോട്ടിലൊക്കെ നല്ല വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. മക്കളെയൊക്കെ കൊണ്ട് ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ തോട്ടിൽ പോയിക്കാണ്ട് ഒന്നാണ് ഒലുമ്പി പോരാന്ന് കരുതിക്കാണ്ട്. നല്ലോണം കല്ലുമ്മട്ടുകാണ്ട് തച്ചിരുമ്പൊന്നും വേണ്ടല്ലോ, നമ്മളെ പുതുപുത്തൻ ഡ്രസ്സുകളല്ലേ മെഷീനിലിട്ട് കഴിഞ്ഞാൽ ഒക്കെ പാടൊരു ചക്കക്കൂട്ടാനാരും കളറും ഒക്കെ പിടിച്ചുകാണ്ട്. അപ്പോൾ പുതിയ ഡ്രസ്സുകളൊക്കെ ഒന്ന് മെല്ലെ ഒന്നാണ് ഒലുമ്പി ഇങ്ങോട്ട് എടുക്കാമെന്ന് കരുതി. നല്ല തെളിയില്ല വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പാടൊക്കെ ഇതാക്കണത് നന്നായിട്ട് കിളിർത്ത് സുന്ദരമായിട്ടുണ്ട് അല്ലേ. പണ്ട് ഏതോ കാലത്ത് ഞാൻ വീഡിയോ എടുത്താണല്ലേ, പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാക്കണ് നമ്മളിനി പതിവ് പോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ തോട്ടിക്ക് പോരുട്ടോ. എന്താ വെച്ചാൽ നല്ല സുഖമാണ്, നല്ല ഒലിവില്ല വെള്ളമല്ലേ, അടഞ്ഞ് മഴ പെയ്താൽ നല്ല സുഖാട്ടോ. മൂത്ര കഷ്ണങ്ങളൊക്കെ കൊണ്ട് ഒലുമ്പി എടുക്കാനേ നല്ല സുഖമാണ്. അപ്പോൾ അതാക്കണ നമ്മളെ തോടൊക്കെ സുന്ദരമാക്കിക്കണില്ലേ, ചെത്തിക്കോരി വൃത്തിയാക്കിക്കണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അധികം ആളുകൾ ഇപ്പോൾ തോട്ടിക്ക് കുളിക്കാനൊക്കെ വരലുണ്ട്. നേരമൊന്നും ആരും വന്നിട്ടില്ല, അതാണ് ഞാൻ കുറച്ച് നേരമൊക്കെ വൈകിയിരുന്നു കേട്ടോ. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ കുറച്ച് നേരം വൈകി പോരാന്ന് കരുതിക്കാണ്ട് നമ്മളെ തൊഴിലുറപ്പിന്റെ ചേച്ചിമാരൊക്കെ ചെത്തിക്കോരി നല്ല ഭംഗിയാക്കി വെച്ചിക്കണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തിരുമ്പലൊക്കെ തുടങ്ങട്ടെ കേട്ടോ, മഴയൊക്കെ വരുന്നുണ്ട്. അപ്പം മാങ്ങ അറിഞ്ഞുകൊണ്ട് ഒരു വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്, കുട്ടികൾ ഓടുന്നുണ്ട് കേട്ടോ. ഞാൻ ഓലോട് ഇങ്ങോട്ട് പോരി പറഞ്ഞിട്ട് കേൾക്കണില്ല, കുട്ടികളല്ലേ, അപ്പം അയിമ്മ പിടിച്ച് തൂങ്ങുകയാണ്. അപ്പോൾ ഞാൻ തോട്ടിൽ നിൽക്കാണ്ട് നന്നായിട്ട് കൂക്കി ഇറക്കണുണ്ട് കേട്ടോ, ഇങ്ങോട്ട് വരി പറഞ്ഞുകാണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്നാണ് പോകുന്നു കേട്ടോ. കാക്കൊന്നും അവിടെ ഇല്ലല്ലോ, നമ്മൾ പൈസയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ മാങ്ങ അങ്ങനെ കൊടുക്കണത് കണ്ടപ്പോഴേ അപ്പോൾ അയൽവക്കക്കാരൊക്കെ വാങ്ങുന്നുണ്ട്, കുട്ടികളൊക്കെ നോക്കിയിരുന്നു കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് അതിൽ വരുമ്പോൾ പിന്നീട് ഒരുക്കം നമുക്ക് വാങ്ങാം. അപ്പോൾ ഇതാക്കണ മുത്തുമണികളൊക്കെ കളിക്കുന്നുണ്ട്. തിരുമ്പട്ടെ കേട്ടോ, ഞാൻ കുറേ തിരുമ്പാനും ഉണ്ട്, അതൊക്കെ തിരുമ്പട്ടെ. വെള്ളത്തുണിയൊക്കെ ഇതിലെടുത്ത് ഒലുമ്പിയാലേ നല്ല വൃത്തിയായിരിക്കും കേട്ടോ. കുട്ടികൾ കളിക്കണമെന്ന് നോക്കണ്ട, വെള്ളം നല്ല തെളിയുണ്ട്, നല്ല ഒലിവും ഉണ്ട് കേട്ടോ. അവിടെ അങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ തിരുമ്പി കഴിയാറായപ്പോഴത്തേന് നല്ല മഴ പെയ്തു കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് കരക്ക് കയറിന്നൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു പാലൊക്കെ ഉണ്ട്, ആ പാലത്തിൻ്റെ ചോട്ടിക്ക് മക്കളൊക്കെ കയറിന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റിതു അവിടെ നിന്ന് കണ്ടാണ് ഷൂട്ട് ചെയ്യണമൊക്കെ കേട്ടോ. അവിടെ മഴയൊന്നും കൊള്ളൂല. ഞാൻ പിന്നെ അവിടെ കയറിക്കാൻ പോയില്ല കേട്ടോ. അവിടെ കയറിക്കുമ്പോഴത്തേന് നമ്മളെ ബേബിയാളൊക്കെ ഉണരും കരുതിക്കാണ്ട് ഉറക്കി കടത്തിക്കാണ്ടാണ് പോകുന്നത്. ചോറും ചാറൊക്കെ വെച്ചുകാണ്ട് പെട്ടെന്ന് പണിയൊക്കെ കഴിച്ചുകാണ്ടാണ് പോന്നിക്കണത് കേട്ടോ. ഇനി അവിടെ ചെന്നിട്ട് അടിച്ചു വരാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തിരുമ്പിക്കാണ്ട് ഒന്നും തോരട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചപ്പട്ടി വെച്ച് കഴിഞ്ഞാൽ ഗതികേട് തന്നെയല്ലേ പുതിയ ഡ്രസ്സുകളൊക്കെ. തല്ലിട്ടാ ഒലിയാ മതി. അപ്പം മഴ ഇങ്ങനെ തകർത്ത് പെയ്യാണ് കേട്ടോ. ഒരിടം തരാതെ ഞാനും തന്നെ തോറ്റു കൊടുത്തില്ല, ഞാനും തന്നെ അവിടെ ഇരുന്ന് കണ്ടാണ് തിരുമ്പി കേട്ടോ. ഇനി അതൊക്കെ കഴിയുമ്പോഴത്തേന് ഒരുപാട് നേരമാവൂലേ മഴ ചോരുമ്പോഴത്തേന് എഴുതിക്കാണ്ട്. അപ്പോൾ അവിടെ മേലെ നിൽക്കുന്നുണ്ട് ഒരു കുട്ടി, ഓളോടാ പറയണ കേട്ടോ വീട്ടിലേക്ക് പോയിക്കോന്ന്. ഓളാ ഷൂട്ടിങ്ങൊക്കെ കണ്ടിട്ടേ അങ്ങനെ നോക്കിക്കാം, കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കിക്കോ, ഓൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പം മഴ കണ്ടുകാണ്ടൊക്കെ നോക്കിക്കുമ്പോഴേ ഞാൻ പറയാം പോയിക്കോന്ന്. നമ്മളെ ഇച്ചുമ്മിലിനുമോളൊക്കെ ആ തോടിൻ്റെ ആ അടിഭാഗത്താണ് നിൽക്കുന്നത് കേട്ടോ. നമ്മളെ പാലുണ്ടല്ലോ പാലത്തിൻ്റെ അടിയിൽ. അപ്പോൾ അവിടെ നനയൊന്നും
പണിയൊന്നുമില്ല കേട്ടോ. ഓല അവിടെ മീൻ പിടിച്ച് കാണ്ട് അങ്ങനെ കളിച്ച് കാണ്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ റിതുക്കുട്ടനുണ്ടല്ലോ അവിടെ നോക്കിക്കാനൊക്കെ. അപ്പോൾ ഓനെ വിളിച്ച് പറയണ ആ ഡ്രസ്സ് എന്തിങ്ങനെ തച്ച് തിരുമ്പല് കേട്ടോ. അപ്പോൾ എന്നും പരാതിയാണ്, കുടുക്ക് പൊട്ടി അത് പൊട്ടി ഇത് പൊട്ടി പറഞ്ഞുകാണ്ട്. അപ്പം നിങ്ങളോടെ ഉണ്ടാവില്ലേ അങ്ങനത്തെ പരാതികളൊക്കെ. അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചു കാണ്ടൊക്കെയാണ് നോക്കട്ടെ. എന്നാലും ഒരു കുടുക്ക് പൊട്ടാക്കൂല നമ്മൾ തച്ച് തിരുമ്പുമ്പോഴേ. മെഷീനിലിട്ട് കാണ്ട് അന്നാണ് ഒലുമ്പി എടുക്കുമ്പോൾ അതൊരു വൃത്തിയും വെടുപ്പും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഞാൻ കല്ലുമ്മൽ തിരുമ്പലാണ്. പിന്നെ ഇപ്പം ഇങ്ങോട്ട് ഇപ്പോൾ വല്ലാതെ ഇപ്പോൾ വരാത്ത വേനൽക്കാലമൊക്കെ ആയപ്പം ആകെ വെള്ളമൊക്കെ വറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ അതാക്കണം നമ്മളെ കുഞ്ഞുമണികളെ ഡ്രസ്സൊക്കെ ഒന്ന് മെല്ലെ ഒന്നാണ് ഒലുമ്പി എടുക്കണുള്ളൂ കേട്ടോ. അടിച്ച് തിരുമ്പണമൊന്നുമില്ല. അന്ന് പുത്ത ഡ്രസ്സുകളല്ലേ. പിന്നെ കാക്കു പ്രത്യേകിച്ച് കാക്കുവിൻ്റെ തുണിയൊക്കെ ഒന്നാണ് ഉരച്ച് തിരുമ്പോണ്ടിന്ന് പറഞ്ഞപ്പോഴേ വെള്ളത്തുണിയൊക്കെ അതെങ്ങനെ മെഷീനിലൊക്കെ ഇടുമ്പോൾ അതൊരു മഞ്ഞ കളറൊക്കെ ആയി വരികയല്ലേ. പിന്നെ ഞാൻ പുറത്തുള്ള കല്ലുമ്മലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഒരുതി എടുക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും വൃത്തിയാവില്ലല്ലോ. അങ്ങനെ തോട്ടിക്ക് പോരുമ്പോഴേ ഒന്ന് നല്ലോണം അടിച്ച് തിരുമ്പി നന്നായിട്ട് കൊണ്ട് ഒലുമ്പി എടുക്കാമല്ലോ. നല്ല ഒലിവുണ്ട് കേട്ടോ. അവിടെ അങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ ഷെയ്മോളും റിതും ഒക്കെ ഇതാക്കണം കേട്ടോ. മീനെ പിടിച്ചാലുള്ള പരിപാടിയാണ്. മീനെ പിടിച്ചിട്ട് കണ്ട് ഞാൻ പറഞ്ഞു കുപ്പിയിലാക്കിയാണ്ട് അങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓലെ എവിടെ വെച്ചിട്ടും കാര്യമല്ല കേട്ടോ. നമ്മളെ മിന്നുമ്മയും പൊന്നുമ്മയും ഇങ്ങനെ അതൊക്കെ പോയിക്കാണ്ട് എടുക്കൂട്ടോ. അപ്പോൾ കോണിമേലൊക്കെ വല്ലാതെ കയറും. എന്ത് വെച്ചിട്ടും കാര്യമല്ല മക്കളെ. പല്ല് തേക്കണ പൽപ്പൊടി, സോപ്പ്, ഗോൾഗറ്റ് ഇതൊക്കെ പീച്ച് ഒക്കെ ഒരു പണിക്കാക്കൂട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ മീനും കൂടി കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ആകെ താറുമാറാക്കും. അപ്പം ഞാൻ ആ പണിക്ക് നിൽക്കണ്ട അറിയുമോയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണ പോലെ മീൻ പിടിച്ചാണ് എപ്പോഴെങ്കിലുമൊക്കെ തോട്ടിക്ക് വരലുള്ളൂ. എപ്പോഴൊന്നും വരലില്ല. അപ്പം മഴയൊക്കെ ആയപ്പോൾ ഇനി ഇടയ്ക്ക് എനിക്ക് പോരണമെന്നുണ്ട് കേട്ടോ. കുട്ടികളൊന്നും കാണാതെ. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടേ ഒക്കെ പാടെ വെൽത്താലെ കൂടിയതാട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നുകാണ്ടേ തിരുമ്പി കുളിച്ച് പോകണം ഇൻഷാ അല്ലാ. എന്താ അങ്ങോട്ട് പോന്ന് കഴിഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ. തിരുമ്പലൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. പിന്നെ കുളിക്കാൻ നിൽക്കലില്ല കേട്ടോ. തോട്ടിൽ ഞാൻ പെട്ടെന്ന് ഞാൻ പോരലാണ്. തിരുമ്പി കഴിഞ്ഞ് കണ്ട് നമ്മളെ ബാത്റൂമിൽ വന്ന് കണ്ടാണ് കുളിയൊക്കെ കഴിഞ്ഞാൽ ഒരു റാഹത്താവുമല്ലോ. എനിക്കൊരു സമാധാനക്കേട് അവിടെ നിന്നൊക്കെ കുളിക്കുമ്പോൾ കേട്ടോ. പണ്ടൊക്കെ പുഴയിൽ പോയെന്ന് മുത്തച്ഛിയാളപ്പൊക്കെ പുഴയ്ക്കൊക്കെ പോയിരുന്നു കെട്ടിക്കൊടുന്ന കാലത്തൊക്കെ കേട്ടോ. പിന്നെ എനിക്കൊരു പേടിയാണ് അങ്ങനെയൊക്കെ പോയിക്കാണ്ട് കുളിക്കാനൊക്കെ. നമുക്ക് ശീലമായിട്ട് ഇപ്പോൾ കുറേയൊക്കെ ശീലമായിട്ടുണ്ട്. എന്നാലും ഞാൻ കുളിക്കാനൊന്നും നിൽക്കലില്ല. തിരുമ്പൽ പെട്ടെന്നാണ് കഴിച്ചു കാണ്ടി നമുക്ക് എളുപ്പമുണ്ടല്ലോ അല്ലേ. ഇതൊരു ക്യാമറയൊക്കെ വെക്കുമ്പോൾ അതിലാറെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളെ റിതു അതൊക്കെ മാനേജ് ചെയ്യണോണ്ടേ ഒരു സമാധാനമാണ്. അപ്പോൾ കുളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞു തുടങ്ങിയിരിക്കണം കേട്ടോ. ക്യാമറ ഒക്കെ അതിൻ്റെ അടിയിൽ ഞാൻ കട്ട് ചെയ്തു. നല്ല മഴയായിരുന്നു. പിന്നെ ഞാൻ നല്ലോണം മഴ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ കയറി നിന്നു കേട്ടോ. കുട്ടികളെ അടുത്തൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരായിട്ടാരേ ഓൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇതാക്കണ കുട്ടികളങ്ങനെ വല്ലാതെ വെള്ളത്തിൽ ഇറക്കാനും വയ്യ. പെട്ടെന്ന് പനിയൊക്കെ പിടിക്കണ നേരമല്ലേ. അപ്പം മഴയൊക്കെ ചോർന്നു കേട്ടോ. നമ്മളെ ഷെയ്മോളും ഓലെ രണ്ടാളെയും കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു. ഓളും തന്നെ കുളിയൊക്കെ കഴിഞ്ഞു. ഓളോട് ഞാൻ പറഞ്ഞു ഒലുമ്പാൻ കൂടാൻ കേട്ടോ. കുറച്ചൊക്കെ ഞാൻ ഒലുമ്പിയിട്ടുണ്ട്. ഇനി കുറച്ചൊക്കെ ഉണ്ട് ഒലുമ്പിക്കൂട് എന്ന് പറഞ്ഞു ഞാൻ. എന്നാൽ പെട്ടെന്ന് പോവാലോ. കാക്കു ചീത്താറും കരുതിക്കാണ്ടേ കുട്ടികളെ രണ്ടാളി അവിടെ ഇട്ടുകാണ്ട് പോകുന്നതല്ലേ. അപ്പം തന്നെ ഉണന്നു കൂട്ട മക്കളെ. അതൊക്കെ പൂച്ചോർക്കാണ്. 10 മിനിറ്റ് കഴിഞ്ഞാൽ വേഗം ഉണരും. അപ്പോൾ വേഗം 3-4 മണിയൊക്കെ ആയിട്ടുണ്ട് നേരം. അപ്പോൾ ആ നേരത്താണ് ഇപ്പം ഞങ്ങൾ കയറി വന്നിക്കണത് കേട്ടോ. ഏതായാലും ഷെയ്മോൾക്ക് ഒലുമ്പി തരാനൊക്കെ ഭയങ്കര മടി കേട്ടോ. മടി തന്നെയാണ്. അവിടെ വെള്ളത്തിൽ കളിക്കാനും വേണ്ടിക്കാണ്ടാണ്. കുറച്ചു നേരം കൂടി ഉമ്മ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറ്റൂല പോവും നമ്മൾ കുട്ടികളൊക്കെ കരയുണ്ടാവും എന്നിങ്ങനെ പറഞ്ഞു ഞാൻ. നമ്മളെ റിതുവാണ് കേട്ടോ ഐറ്റങ്ങളിങ്ങനെ കളിപ്പിച്ചു കൊണ്ടിരിക്കണത്. ഓനോടും പറഞ്ഞ് ഞാൻ കയറിപ്പോ പറഞ്ഞിട്ട് കേൾക്കണില്ല. കുട്ടികൾക്ക് വെള്ളമൊക്കെ കണ്ടാൽ തന്നെയല്ലേ. അപ്പോൾ അവിടെയൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. ഒക്കെ ചെത്തിക്കോരി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. രാവിലെയൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഒക്കെ തിരുമ്പാൻ വരലും കുളിക്കലും ഒക്കെ ആയിട്ടേ ഈ നേരം ഒരു 3-4 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ അങ്ങനെ വല്ലാതെ ആരും ഉണ്ടാവില്ല. അപ്പം നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ. എന്നാൽ തന്നെ തോടിൻ്റെ മേലുള്ള പാലത്തുമ്പോൾ നിന്നിക്കാണ്ട് കുട്ടികൾ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒന്നും മാറിക്കീന്ന് പറയും ഞാൻ കുട്ടികളോട്. അവർക്കൊന്നും പറ്റൂല മക്കളെ. അതുപോലെ തള്ളാർക്കൊന്നും പറ്റൂല. ഒക്കെ മുഖമൊക്കെ പെടുത്തി കഴിഞ്ഞാൽ. അപ്പം പിന്നെ അത് വേണ്ടാന്ന് വെച്ച് കാണ്ടേ കുട്ടികളോടാണ് മാറിക്കാൻ പറയാലാ ഞാൻ. നമ്മളെ വീഡിയോയിൽ നമ്മളെ തന്നെ മതിയല്ലോ കരുതിക്കാണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല പൊന്നു മക്കളെ. ഒരുവിധ ആളുകൾക്കൊന്നും വീഡിയോയിൽ വരാൻ താല്പര്യമല്ല. പിന്നെ ഇപ്പം കുഞ്ഞു കുട്ടികളെ മുഖം പെടുത്തുമ്പോഴതിനും ഓൾക്ക് ഭയങ്കര ഒരു വെപ്രാളും പേടിയൊക്കെയാണ്. ഒന്നാമത് തന്നെ ഒരു നേരം വെളുക്കാത്ത നാടാണ്. ഏതായാലും അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. അതൊക്കെ ആ വൈക്ക് പോട്ടെ. നമ്മളെ വീഡിയോയിൽ നമ്മളൊക്കെ മതിയല്ലേ. അപ്പം തിരുമ്പലൊക്കെ കഴിഞ്ഞു. നമ്മളെ റിതു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ തിരുമ്പിയതൊക്കെ. ഇനി 2 എണ്ണം കൂടി ഉണ്ട് തിരുമ്പാനൊക്കെ. അപ്പം അവൻ കൂടിയാണ് തിരുമ്പി ഒലുമ്പി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ആണ് പോകാലോ എന്ന് കരുതിക്കാണ്ട്. അപ്പം ഇന്നലെ മുടിയളീച്ചലിന് കിട്ടിയ ഇറച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്ന് എരിച്ച് പൊരിച്ച് വെച്ചേക്കണ്. പിന്നെ നമ്മളെ പതിവ് പോലെ മുരിങ്ങാ താളിപ്പും ഉണ്ട് കേട്ടോ.
എന്നാൽ പിന്നെ അതൊക്കെ ഉണ്ടാക്കി വെച്ച് പോന്നോണ്ട് ചെല്ലുമ്പോൾ കുട്ടികൾക്ക് പള്ളർച്ച് തിന്നാലോ ഒക്കെ കൊയങ്ങിക്കാരം വെള്ളത്തിൽ കളിച്ചുകാണ്ട്. അപ്പം നമ്മളെ ഷെയ്മോളോട് ഞാൻ കയറി പോകാൻ പറയുന്നുണ്ട്. റിതുവിനെ ഞാൻ ഒരു വട്ടം ആട്ടി വിട്ടാണ്, രണ്ടാം വട്ടം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. 12 മണി വരെ ഓന് ക്ലാസ് ഉണ്ടായിരുന്നു, ട്യൂഷന്. ഞായറാഴ്ചയും ക്ലാസ് ഉണ്ടായാലുണ്ട് കേട്ടോ. അപ്പോൾ കളി കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ഈ പാടത്തേക്ക് പോവാന്ന് പറഞ്ഞുകാണ്ടേ. അപ്പം അതിൻ്റെ മുന്നേ ഒരുങ്ങിയിരുന്നു ഞാൻ. ബേബികളൊക്കെ രാവിലത്തെ ഉറക്കം ഉറങ്ങിയപ്പോൾ. അപ്പോൾ പിന്നെ കാക്കു പറഞ്ഞു ഓനോട് വരട്ടെ എന്നിട്ട് പോകാമെന്ന് പറഞ്ഞുകാണ്ടേ. പിന്നെ എത്താ മക്കളെ, കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടല്ലോ ഇന്നലത്തെ. ഞാൻ അങ്ങനെ തന്നെ കേട്ടോ, പള്ളറച്ച് തിന്നു. നമ്മൾ തിന്നാനല്ലേ പോണത്, എന്തിനാ മടിയും കുറവും കാട്ടണത്? കട്ടും കമർന്നിട്ടൊന്നല്ലല്ലോ. അവിടെ ചെന്നുകാണ്ട് ഓല് മാന്യ മര്യാദയ്ക്ക് വിളിച്ചതാണ്. പിന്നെ സ്വന്തം ഏട്ടത്തിൻ്റെ മാതിരി തന്നെയാണ്, മൂത്തമ്മാൻ്റെ മോളല്ലേ. അവിടെ പോയിക്കാണ്ട് പള്ളറച്ച് തിന്നു പോരുന്നീനെന്താ? കുട്ടികളൊക്കെ പോയി തിന്നാൻ തന്നെയല്ലേ പോണു, അല്ലാതെ വേറെ എന്തിനാ പോലും വിളിച്ചത് നമ്മളെ. പിന്നെ പോത്തിറച്ചി ഉണ്ടായിരുന്നു, അതും കൊണ്ടുകാണ്ട് ഞാനാണ് പോന്നു. അതേതായാലും ഇപ്പം ഞാൻ നന്നായിട്ട് അങ്ങോട്ട് നെരിച്ച് പൊരിച്ച് വെച്ച് കുട്ടികളൊക്കെ ചെന്നിട്ട് ചോറുന്നോളും കരുതികാണ്ട്. അപ്പം അതിന് കളിയാക്കി പറയൊന്നും വേണ്ട കേട്ടോ. കുറേ കമൻറ്റ് ഞാൻ അങ്ങനത്തെ 2-3 ഒഴിവാക്കി കേട്ടോ. ഞാൻ കുട്ടികളൊക്കെ കാണുമ്പോൾ പൊറുതിയാടാക്കാരം കരുതികാണ്ട്. അപ്പോൾ ഇതാക്കണം ഞങ്ങളെ തിരുമ്പിക്കുളി കഴിഞ്ഞു, ഞങ്ങൾ പോട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും. അപ്പം നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഇനി കുറേ ആളുകളൊക്കെ കുളിക്കാനൊക്കെ അവിടെയും ഇവിടെയൊക്കെ നോക്കിക്കണുണ്ട്. ഇനി ഓല് വന്ന് കാണാൻ കുളിച്ചോട്ടെ, ആണുങ്ങളാണ് കേട്ടോ. ആ പാടത്തിലെ പണിയൊക്കെ കഴിഞ്ഞ് കാണ്ടേ ഓല് കുളിച്ചാൻ വരികയാണ്. അപ്പം ഞാൻ റിതുവിനോട് പറഞ്ഞ് നമുക്ക് പോവാടാ, തിരുമ്പിയൊക്കെ കഴിഞ്ഞില്ലേ, നമുക്ക് വീഡിയോ ഉണ്ടാകുമ്പോൾ ഒരു ഗതികേടല്ലേ ഓൽക്കൊക്കെ വന്ന് കുളിച്ചാൻ പറഞ്ഞുകാണ്ടേ. അപ്പം അതൊക്കെ കഴിഞ്ഞു. ഇനി പോയി കുളിച്ചുകാണ്ട് ഞങ്ങൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ട് കേട്ടോ. നമ്മളെ പാടം തോടൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോണ്ടി, കമൻറ്റും ചെയ്യോണ്ടി, ഷെയറും ചെയ്യോണ്ടി കേട്ടോ. പൊന്നു മക്കളെ, റിഷ മൊയ്തു എന്ന ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ട്. അസ്സലാമു അലൈക്കും.